ഹലോ ഗായ്സ്, സീക്രട്ട് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു ഫേസ് പാക്കുമായിട്ടാണ്. ചില സമയത്തൊക്കെ നമ്മൾ ഈ ധൃതി പിടിച്ച് എവിടെയൊക്കെ പോകാനൊക്കെ നിൽക്കുക, അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട്, പാർട്ടി ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഫേസ് ഭയങ്കര ഡള്ളായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടാൻ അടിച്ചൊക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയൊരു ഗ്ലോ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറില്ലേ? നമ്മളെപ്പോഴും ഈ നാച്ചുറൽ റെമഡീസ് മാത്രമായിരിക്കും എപ്പോഴും യൂസ് ചെയ്യാറ്. പക്ഷെ ഞാൻ കുറേ പ്രാവശ്യങ്ങളായിട്ട് ട്രൈ ചെയ്ത് യൂസ് ചെയ്ത് എനിക്ക് അതിൻ്റെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ട്. ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്തിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളൊരു കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം ഞാൻ യൂസ് ചെയ്തു, അപ്പോൾ എനിക്ക് അതിൻ്റെതായ ഇൻസ്റ്റന്റ് ഒരു ഗ്ലോ എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. അത് കുറച്ച് ദിവസത്തേക്ക് അതിങ്ങനെ നന്നായിട്ട് ആ ഫേസിന് ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഞാനപ്പോൾ ഓർത്തു, ഇപ്രാവശ്യം ഞാൻ കുറേ വെയിലത്തൊക്കെ പോയി എൻ്റെ ഫേസൊക്കെ കുറേ ഡള്ളായി, ഭയങ്കരമായിട്ട് ടാനൊക്കെ അടിച്ച് ഒരു ഭയങ്കര ഒരു ഡൾനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു പാക്ക് വീണ്ടും വാങ്ങിക്കണം, യൂസ് ചെയ്യണം, നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് അത് കൊണ്ടുവരണം. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഓക്കെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ആ വീഡിയോ കൂടെ കാണുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് നന്നായിട്ട് മനസ്സിലാവുന്നല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതുകൊണ്ട് വന്നത്. അപ്പോൾ വെച്ച് നീട്ടുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ചിലർക്കൊക്കെ അറിയായിരിക്കും, നമ്മൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പം അവർ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന പലതരത്തിലുള്ള ബ്രൈഡൽ ഫേസ് പാക്ക്, അല്ലെങ്കിൽ ഗോൾഡൻ ഫേസ് പാക്ക്, ഡയമണ്ട് ഫേസ് പാക്ക്, അങ്ങനെ കുറെ പേൾ ഫേസ് പാക്ക് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം സാധാരണ ഒരു ഫേഷ്യൽ കിറ്റാണിത്. ഞാനിത് യൂസ് ചെയ്യുന്നത് ഗ്ലോയിങ് ഗോൾഡ് ഫേഷ്യൽ കിറ്റാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് പ്രോഡക്റ്റ്, നേച്ചർ എസൻസിന്റെ ഗ്ലോയിങ് ഗോൾഡ് ഫേഷ്യൽ കിറ്റാണ്. ഇത് ആക്ച്വലി ഒത്തിരി രൂപയൊന്നുമില്ല കേട്ടോ, ഇതിന് ജസ്റ്റ് 280 റുപ്പീസേ ഉള്ളൂ. ഇതിനകത്ത് 4 കാര്യങ്ങളാണുള്ളത്. ഇതിനകത്ത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനുണ്ട്, ഫേസ് ഒന്ന് കണ്ടീഷൻ ചെയ്യാനുണ്ട്, ഹൈഡ്രേറ്റ് ചെയ്യാനുണ്ട്, പോളിഷ് ചെയ്യാനുണ്ട്. പക്ഷേ ഇതിനകത്ത് എന്നെ ഇപ്രാവശ്യം അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് ഒരു എക്സ്ട്രാ ഒരു സാധനമുണ്ട്. അത് ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. പക്ഷേ എനിക്കത് വെർത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അതൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇതിനകത്തുള്ള സാധനങ്ങൾ. ഈ 4 സാധനങ്ങളാണ് ആക്ച്വലി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ. ഇതാണ് എക്സ്ട്രാ ഉള്ള ഒരു സാധനം, ഫേസ് വാഷ്. എന്നെ ഒത്തിരി അധികം ഞെട്ടിച്ച് കളഞ്ഞു സത്യത്തില്ല. കാരണം ഇതിനകത്ത് ആക്ച്വലി സാലിസിലിക് ആസിഡ് ഉണ്ട്, നിയാസിനമൈഡ് ഉണ്ട്, അങ്ങനെ കുറെ എക്സ്ട്രാക്ട് ഉണ്ട്, അലോവേര ജെൽ ഉണ്ട്. അക്നെ ക്ലിയർ ചെയ്യാനുള്ള ഒരു നേച്ചേഴ്സിന്റെ ഒരു ഫേസ് വാഷ് ആണിത്. ഇത് പുറത്തല്ലാതെ അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. എനിവേ ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് അല്ലാതെ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. ഇത് പ്രിവെന്റ്സ് പിമ്പിൾ ആൻഡ് ബാലൻസസ് ഓയിൽ എന്നും പറയുന്നുണ്ട്. എനിവേ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനപ്പം ഈ ഫേസ് വാഷിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുളിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും എന്ത് ഫേസ് പാക്കും ഫേഷ്യൽ കിറ്റ് എന്ത് ഞാൻ യൂസ് ചെയ്യുവാണെങ്കിൽ ആദ്യം ഞാൻ ഫ്രഷ് ആയി കുളിച്ചതിന് ശേഷമേ ഇരിക്കാറുള്ളൂ. അല്ലാതെ ജസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് ഇരുന്നിട്ട് പിന്നെ പോയി കുളിക്കുമ്പം അതിൻ്റെ ആ ഒരു ഫ്രഷ്നസ് പിന്നെ നഷ്ടപ്പെടില്ല എന്ന് ഓർത്തിട്ട് ഞാൻ എപ്പോഴും കുളിച്ച് ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കാറുള്ളൂ. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പം ഞാനിതിപ്പം ഇതും കൊണ്ടൊന്ന് ഇതാദ്യം ഒന്ന് ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് ബാക്കി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാനതൊന്ന് യൂസ് ചെയ്യട്ടെ. ഞാനപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിനൊരു നല്ലൊരു റീഫ്രഷിങ് സ്മെല്ലുണ്ട് കേട്ടോ. ഞാൻ അധികം എടുക്കുന്നില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാവുമെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് അത്രയും ഒരു ഡേർട്ട് പോകുന്ന ഫീൽ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മളെപ്പോഴും ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഒരു 2 സെക്കൻഡെങ്കിലും നമ്മുടെ ഫേസിൽ ആ ഫേസ് വാഷ് ഒന്ന് അപ്ലൈ ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഡേർട്ട് നന്നായിട്ട് അത് റിമൂവ് ആവത്തുള്ളൂ. നോർമലി ഇതെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്താലും അതിന് നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നില്ല, ബിക്കോസ് ഞാൻ ഓൾറെഡി കുളിച്ചിട്ടൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ വാഷ്റൂമിൽ പോയിട്ട് ഫേസ് വാഷ് ചെയ്യാനായിട്ട് പോകുന്നില്ല. നല്ലൊരു റിഫ്രഷിങ് സ്മെല്ലായതുകൊണ്ട് നല്ല രസമുണ്ട്. അപ്ലൈ ചെയ്തോണ്ട് കുഴപ്പമില്ല, നല്ലൊരു ഫ്രഷ് ടീൽ ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക്. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. അതാണ് മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് എക്സ്ഫോളിയേറ്റ് ആണ്. ഇപ്പം എല്ലാവർക്കും അറിയാം എക്സ്ഫോളിയേഷൻ അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല. എപ്പോഴും ചെയ്യുന്നത് കെമിക്കൽ എക്സ്ഫോളിയേഷൻ ആയിരിക്കും. ഫിസിക്കൽ സ്ക്രബ് അങ്ങനെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല. പക്ഷേ വല്ലപ്പോഴും ഒരിക്കലും സ്ക്രബ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതെല്ലാം പുതിയതാണ്, ഞാൻ പൊട്ടിച്ചിട്ട് പോലില്ല. പിന്നെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാണല്ലോ ഇത് പെട്ടെന്നൊന്നും ഇത് തീരത്തില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തൊരു 5-6 പ്രാവശ്യം ഞാനത് യൂസ് ചെയ്യണം. ഞാൻ അധികം അവിടെ യൂസ് ചെയ്യുന്നതാണല്ലോ, ശകല യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ടായിരിക്കും അത്രയും മെയിൻറ്റെയിൻ ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പക്ഷേ കുറച്ചെടുത്ത് ഇപ്പം അപ്ലൈ ചെയ്ത് സ്ക്രബ്. അതെ, ഇതാണ് കൺസിസ്റ്റൻസി. കുട്ടി അതിൻ്റെ ഫ്രണ്ടിൽ വീഴും. അതും പ്രത്യേകിച്ച് ഈ നോസിൻ്റെ ഏരിയയിലൊക്കെ ചെറുതായിട്ട് ഒരു ശകലം വെള്ളം കൂടെ അപ്ലൈ ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾ ഫിസിക്കൽ സ്ക്രബ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും ഹാർഷായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യല്ലേ, വളരെ ലൈറ്റായിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവത്തുള്ളൂ. അത് മാത്രമല്ല, അല്ലെങ്കിൽ പിന്നെ ഫേസിലും നെക്കിലും കൂടെ രണ്ട് കളറായിട്ടൊക്കെ ഇരിക്കും. ഇനി ഞാൻ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ എൻ്റെയും കൂടെ നല്ലപോലെ ടാൻ അടിച്ചിരിക്കും. അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. കണ്ടോ,
ഞാൻ അധികം സ്ക്രബ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഈയിടെ കൂടെ കെമിക്കൽ എക്സ്പോളിയേഷൻ ചെയ്തേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് പിമ്പിൾസും ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യാൻ താല്പര്യം. പിന്നെ വേറെ ഗുണമെന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ ആക്നെ പ്രോൺ സ്കിൻ ആയതുകൊണ്ട് എനിക്ക് ഇത് യൂസ് ചെയ്തിട്ട് പിമ്പിൾസ് ഒന്നും വരുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഈ ലിപ്സിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്യും, ഒത്തിരി നല്ലതാണ് അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് 2 സെക്കൻഡ് ഇങ്ങനെ വയ്ക്കും, എന്നിട്ടായിരിക്കും വാഷ് ചെയ്ത് കളയുന്നത്. അപ്പോൾ 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ ഓൾറെഡി ഇതെല്ലാം കഴുകി കളഞ്ഞു സ്ക്രബിൻ്റെ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, എനിക്ക് ഓൾറെഡി കുറേ ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. കുറേയൊക്കെ ഒരു ഷിമ്മറി ഫീൽ തോന്നുന്നില്ല എൻ്റെ ഫേസിൽ. അത് പ്രോപ്പറായിട്ട് അതിൽ പോകാത്തതുകൊണ്ട് കേട്ടോ. അത് കണ്ടോ, നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടീഷൻ ഗ്ലോയിങ് ഗോൾഡ് മസാജ് ക്രീം എന്നാണ് ഇതിൽ പറയുന്നത്. ഇത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒന്ന് ഇവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റ് മസാജ് ചെയ്യണം. 15 മിനിറ്റ് ഒന്നും മസാജ് ചെയ്യണം വേണ്ട, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 മിനിറ്റ്സ് നിങ്ങൾക്ക് മസാജ് ചെയ്യാം, ടൈം ഉണ്ടെങ്കിൽ. അതെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു ഗ്ലോയും കിട്ടുന്നതായിരിക്കും. നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കിത് ഫേസിലേക്ക് നന്നായിട്ട് അപ്പോഴേക്ക് മസാജ് ചെയ്യാം. നിങ്ങൾക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും ബോഡി സെൻസേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇറിറ്റേഷനോ ഉണ്ടോ എന്നുള്ളത് ആദ്യം നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം എല്ലാവർക്കും ഇത് പിടിക്കണമെന്നില്ല. എനിക്കിത് ആക്നെ പ്രോൺ സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നായിട്ട് എനിക്ക് പിടിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഞാൻ കാണിച്ചു തരാമെന്ന് കരുതിയത്. കാരണം എല്ലാവരുടെയും ഫേസിൽ ഇത് പിടിക്കണമെന്നില്ലല്ലോ. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശാക്കലം വെള്ളം കൂടെ തൊട്ടിട്ട് മസാജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്മൂത്ത് ഗ്ലൈഡിങ് ഫീൽ കിട്ടും. അപ്പോൾ നമുക്കൊരു നല്ലൊരു സർക്കുലർ മോഷനിലൊക്കെ ആയിട്ട് വളരെ പതുക്കെ എനിക്ക് ചെറുതായിട്ടൊരു ബോഡി സെൻസേഷൻ ഫീൽ ചെയ്യുന്നത് പഠിച്ചോക്കെ എനിക്കൊന്നൊരു ചെറിയ എക്സ്പോളിയേഷൻ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ആ ഒരു ഫീൽ വരുന്നത്. எனவே നിങ്ങൾ കണ്ണിൻ്റെ അടിയിലോട്ട് ഒത്തിരി പോകണ്ട, ഞാൻ ഒത്തിരി അപ്ലൈ ചെയ്ത് അങ്ങോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ ചുണ്ടിൻ്റെ സൈഡിലും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ ആയിട്ട് ഡ്രൈ ഔട്ട് ആവുന്നതനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം വെച്ച് മസാജ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് തരാവേ. അപ്പോൾ ഗൈസ്, അങ്ങനെ ആ ഒരു സ്റ്റെപ്പും കഴിഞ്ഞ് ഇനി അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് എന്നാണ്. ഗ്ലോയിങ് ഗോൾഡ് ജെല്ലാണിത്. ഇത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 2 മിനിറ്റ്സ് മറ്റേ മസാജ് ചെയ്തപോലെ തന്നെ മസാജ് ചെയ്യാനാണ് അവർ പറയുന്നത്. മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ഔട്ട് ചെയ്ത് കളയാനാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും, ഒരു ഗ്ലോയി ടെക്സ്ചർ. നിങ്ങൾക്കൊരു കാര്യം അറിയാം ഗൈസ്, ഞാൻ ഇത് അപ്ലൈ ചെയ്യുന്ന ഓരോ ഇതിനകത്തും ഒരു ഷിമ്മറി, ഒരു ഗോൾഡ് ഷിമ്മറി ഒരു ഇതുണ്ട്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷിമ്മറി ആയിട്ട്. ഫേസിലും നെക്കിലും ഞാൻ അപ്ലൈ ചെയ്യണം. എന്നിട്ട് ഞാൻ പതുക്കെ ഞാനത് മസാജ് ചെയ്ത് കൊടുക്കുവാണേ. നിങ്ങൾ ഫേസ് യോഗയോ ഫേസ് മസാജോ ഒക്കെ ഡെയിലി ചെയ്യുന്നത് നിങ്ങളുടെ ഈ ജോ ലൈനൊക്കെ കറക്റ്റായിട്ട് വരാനായിട്ടും നിങ്ങൾക്ക് ഈ നെക്കിൻ്റെ എവിടെയുള്ള മറ്റേ ഇങ്ങനെ ചാടി കിടക്കുന്നൊക്കെ കുറയാനായിട്ട് ഒത്തിരി സഹായിക്കും കേട്ടോ. നിങ്ങൾ ഫേസ് യോഗയോ അല്ലെങ്കിൽ ഫേസ് മസാജോ ഒക്കെ ഡെയിലി ചെയ്യണം. രാവിലെ എഴുന്നിട്ട് നിങ്ങൾക്ക് ചെയ്യുവാണെങ്കിൽ ഒത്തിരി സമയം എടുക്കത്തില്ല, ഇനി ഒരു 2-3 മിനിറ്റ് ഒക്കെ എടുക്കത്തുള്ളൂ. ഞാൻ നോക്കട്ടെ, എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാവേ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു കാര്യമായ ഒരു മനസ്സിലാവും. 2 മിനിറ്റത്തെ പരിപാടി കഴിഞ്ഞ് ഞാനിപ്പം ഞാൻ കുറച്ച് കഴുകി കളയാനായിട്ട് പറ്റുവാണെങ്കിൽ കഴുകി കളയുക. ഞാനിത് കുറച്ച് ചടങ്ങിട്ട് എനിക്ക് വാഷ്റൂമിൽ പോയി ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ അത്ര ഒരു എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. അത്രയും നേരം യൂസ് ചെയ്യുക അത് ചെയ്യുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും മുഖത്ത് എന്തെങ്കിലും ഇട്ട് കുറച്ച് നേരം ഇട്ട് വരച്ച് കഴിയുമ്പോൾ എങ്ങനെയായാലും നമുക്ക് ഫേസിൽ ചെറിയൊരു ഗ്ലോ ഒക്കെ തരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇതുപോലെ പാക്കോട് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങൾക്ക് ഫേസ് നല്ല ഗ്ലോ ആയിരിക്കും. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലും കല്യാണം ഫംഗ്ഷൻ ഫ്രണ്ട്സിൻ്റെ കല്യാണം ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂട് ബെനിഫിറ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കിപ്പം എൻ്റെ ഒരു ഫേസിൽ ഒരു ചെറിയൊരു ബ്രൈറ്റ്നസും ഒക്കെ ഫീൽ ചെയ്യുന്നത് ഡാർക്ക് സ്പോട്ട്സ് വിട്ട് കളഞ്ഞത്. അതല്ലാതെ എനിക്ക് തന്നെ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് നോക്കാം, ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് നടക്കാം. അതാണ് പാക്കാണ്, ഗോൾഡൻ പാക്കാണ്. ഇത് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് 10 മിനിറ്റ്സ് വയ്ക്കാനാണ് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം, അതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. ഇതുപോലെ സാധാ ഒരു പേസ്റ്റാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ്സ് വരെ കേട്ടോ. ഞാൻ ഈ ടൂളൊന്നും യൂസ് ചെയ്തൊന്നുമല്ല ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത്, എപ്പോഴും കൈ യൂസ് ചെയ്ത്. നിങ്ങൾക്ക് ഇവിടെ പട്ടിയുടെ പച്ച കേൾക്കുന്നുണ്ട്, ഐ വെരി സോറി. ഞങ്ങളുടെ വീട്ടിലെ 2 പട്ടിക്കുട്ടികളാണ്. അവന്മാരെൻ്റെ പപ്പ തിരിച്ചു വന്നതിൻ്റെ സന്തോഷപ്രകടനമായിട്ട് അലിക്കുന്നതാണ്. സോറി പുതിയ പക്ഷേ നമ്മൾ ബാക്കി ഷാട്ടും കൂടെ എടുത്തിട്ട് അപ്ലൈ ചെയ്യട്ടെ. നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. ഇനി ഇങ്ങനെയുള്ള ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ട് വർത്താൻ വന്നിരിക്കാനായിട്ട് നോക്കുക. മാക്സിമം ഇത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ അധികം സംസാരിക്കുന്നത് ഞാൻ തുടച്ച് മാറ്റുവാണ്. നിങ്ങൾക്ക് അതിൻ്റെ ആ ഡിഫറൻസ് കാണാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ കണ്ടോണേ. കണ്ടോ അതിൻ്റെ ആ ഒരു വ്യത്യാസം കണ്ടോ? ഒരു ഫിൽറ്റർ ഇട്ടിട്ടില്ല കേട്ടോ. ഇത് നാച്ചുറലായിട്ടുള്ള ഒരു ഗ്ലോ തന്നെയാണ് നിങ്ങൾക്ക് കാണുന്നത്.
ആ ഒരു ഷിമറി ഫീൽ ഉണ്ടോ, ഷിമറി അടിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് തേണ്ട ആ ഒരു ഫേസിന്റെ ഗ്ലോയും ആ ഷിമറി ഫേസും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നല്ലതായിട്ട്. ഇത് ഗ്ലിറ്റർ ഒന്നും അല്ല കേട്ടോ, അത് അതിനകത്ത് തന്നെയുള്ള ഒരു ഷിമറിയാണ്. അത് തന്നെ അത് അബ്സോർവ് ആയി അല്ലെങ്കിൽ മാറിയോ പൊക്കോളും, കുഴപ്പമില്ല. എന്റെ ഫേസിൽ എന്തെങ്കിലും ഇറിറ്റേഷൻസ് പിന്നീട് ഉണ്ടായാൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ബട്ട് ഐ എം ഷുവർ അതിനകത്ത് ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഒരു മെയിൻ കാര്യം, ഈ ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതല്ല. വല്ല ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പാർലറിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്, ഇങ്ങനെ ഒരു പാക്ക് നിങ്ങൾ കൈ കരുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് അത് യൂസ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോ പ്രൊമോഷൻ വീഡിയോ അല്ല, ഞാൻ പ്രത്യേകം വീണ്ടും പറയുകയാണ്. ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റിലൂടെ പറയാനും മടിക്കരുത്. ആ കമന്റിലൂടെ വേണം എനിക്ക് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും പുതിയ വീഡിയോസ് കൂടുതലായിട്ട് ഇടാനായിട്ടും. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കാരണം ഒരുപാട് പേര് ഇത് കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കുറച്ച് ലെങ്തി ആയിരിക്കും, ഓഫ് കോഴ്സ് ഇതൊരു എല്ലാ പാക്കൊക്കെ ഇട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ലെങ്തി ആയിരുന്നു, ബട്ട് ഇറ്റ്സ് ഓക്കെ. അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുകൊണ്ടാണ് ഞാനത് ലെങ്തി ആണെങ്കിലും ആ രീതിയിൽ തന്നെ എടുത്തത്. എനിവേ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തിയാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.